കരുണ ദൈവകരുണ എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവകരുണ. സിസ്റ്റർ ഫൗസ്റ്റീനയുടെ ഡയറി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിശുദ്ധ ഫൗസ്റ്റീനയുടെ 1521 ഖണ്ഡിക. എൻ്റെ മകളെ, എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കുന്നതിൽ മടുപ്പ് തോന്നരുത്. പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ നിനക്ക് തണുപ്പിക്കാൻ സാധിക്കും. എൻ്റെ വൈദികരോട് പറയുക, അത്യഗാധമായ എൻ്റെ കരുണയെ പറ്റിയും എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെ പറ്റിയും അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾ കേട്ട് കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടും. എൻ്റെ കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വൈദികർക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും. അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യുകയും അവരുടെ സംസാരം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കുകയും ചെയ്യും. ഇതിലൂടെ കരുണയെ പറ്റിയാണ് പറയുന്നത്. എൻ്റെ മകളെ, എൻ്റെ കരുണയെ ഉദ്ഘോഷിക്കുകയും. നമ്മൾ കർത്താവിൻ്റെ കരുണയെ പറ്റി പ്രഘോഷിക്കാൻ മടുപ്പ് തോന്നരുത്. പാപികളോടുള്ള അനുകമ്പയാൽ എരിയുന്ന എൻ്റെ ഹൃദയത്തെ അങ്ങനെ നിനക്ക് തണുപ്പിക്കാൻ സാധിക്കും. പാപികളോടുള്ള അനുകമ്പയാൽ, പാപികളോട് കർത്താവിന് തോന്നുന്ന അനുകമ്പ, ഇതിലെരിയുന്ന കർത്താവിൻ്റെ ഹൃദയത്തെ തണുപ്പിക്കാനായിട്ട് സാധിക്കും നിനക്ക്. എൻ്റെ വൈദികരോട് പറയുക, അത്യഗാധമായ എൻ്റെ കരുണയെ പറ്റിയും അത്യഗാധമായ കർത്താവിൻ്റെ കരുണയെ പറ്റിയും എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള ആർദ്രതയെ പറ്റിയും കർത്താവ് ഇതിലൂടെ പറയുന്നത് എൻ്റെ കരുണയെ പറ്റി പ്രഘോഷിക്കണം. അതുപോലെ തന്നെ എൻ്റെ ഹൃദയത്തിൽ പാപികളോടുള്ള അനുകമ്പ, പാപികൾ എന്നിലേക്ക് കടന്നു വരുവാൻ, ദൈവകരുണയിലൂടെ കടന്നു വരുവാനുള്ള പാപികളുടെ ഹൃദയത്തെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് എൻ്റെ കരുണയിലൂടെ. ഇതിനെപ്പറ്റി നിങ്ങൾ പ്രഘോഷിക്കണം. ഇതിനെപ്പറ്റി ആർദ്രതയിൽ നിങ്ങൾ ഈ ആർദ്രത, എനിക്കുള്ള ആർദ്രതയെ പറ്റി നിങ്ങൾ സംസാരിക്കുകയും അതുപോലെ തന്നെ ഈ വാക്കുകൾ കേട്ട് കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടും. എൻ്റെ കരുണയെ പറ്റി നിങ്ങൾ പ്രഘോഷിക്കുമ്പോൾ കഠിനമായ പാപികൾ പോലും മാനസാന്തരപ്പെടും. അതിൽ നമുക്ക് ദൈവകരുണയിലൂടെ ലഭിക്കുന്ന ശക്തി, അതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രഘോഷണ ശക്തി, അതിലൂടെ കർത്താവിൻ്റെ കരുണയിലൂടെ കഠിന പാപികൾ പോലും മാനസാന്തരപ്പെടും. നമ്മളിതിനു വേണ്ടിയിട്ട് പ്രഘോഷിക്കാനും കർത്താവിൻ്റെ കരുണയെ പറ്റി നമ്മളെല്ലാവരോടും സംസാരിക്കുവാനുള്ള ഒരു പ്രചോദനം നമുക്ക് ലഭിക്കണമെന്നാണ് കർത്താവ് ഇതിലൂടെ പറയുന്നത്. ഇതിന് വിശുദ്ധ ഫൗസ്റ്റീനയെ കർത്താവ് ഫോഴ്സ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. എൻ്റെ കരുണയെ വാഴ്ത്തുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അത്ഭുതകരമായ ശക്തി ഞാൻ നൽകും. എൻ്റെ കരുണയെ പ്രഘോഷിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് പ്രഘോഷിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനമാകുമ്പോൾ അവരിലേക്ക് ഞാൻ അത്ഭുതകരമായ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഞാൻ നിറയ്ക്കും അവരെ. അവരുടെ വാക്കുകളെ ഞാൻ അഭിഷേകം ചെയ്യും. അവരുടെ നാവിനെ അഭിഷേകം ഞാൻ ചെയ്യും. ജെറമിയ 15:19 വചനത്തിൻ്റെ ശക്തി അവരുടെ നാവുകളിലേക്ക് ഞാൻ വരും എന്നുള്ള ഒരു ഇൻഡയറക്റ്റ് മെസ്സേജും കൂടിയാണ് കർത്താവ് ഇതിലൂടെ തരുന്നത്. കർത്താവിൻ്റെ അഭിഷേകം എന്ന് പറയുമ്പോൾ കൃപയും അഭിഷേകവും ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. ദൈവകരുണയെ പറ്റി പ്രഘോഷിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രവിക്കുന്നവരുടെ ഹൃദയങ്ങളെ ഞാൻ സ്പർശിക്കും. ഈ ദൈവകരുണയെ പറ്റി സംസാരിക്കുന്ന വ്യക്തികളുടെ ഹൃദയത്തെ ഞാൻ സ്പർശിക്കുകയും അവരുടെ ഹൃദയങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നമ്മളെപ്പോഴും ദൈവകരുണയെ പറ്റി സംസാരിക്കുവാനും പ്രഘോഷിക്കുവാനും ശ്രമിക്കണം. ഈ കാലഘട്ടത്തിൽ, കരുണയുടെ അവസാന കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മറ്റുള്ളവരോട് നമ്മൾ പ്രഘോഷിക്കുവാനും അതിലൂടെ തന്നെ നമുക്ക് കർത്താവിൻ്റെ ശക്തിയിലൂടെ കടന്നു വരുവാനും കർത്താവിൻ്റെ സമാധാനത്തിലേക്ക് നമ്മൾ കടന്നു വരുവാനും എല്ലാം ഇത് പ്രചോദനം ചെയ്യുമെന്ന് പറയുന്നു. കർത്താവെ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും. ശരണപ്പെടുന്നു.